ഹായ്, ഇറ്റ്സ് മീ ഷൈല്യാസ്. അപ്പോൾ പർച്ചേസിന് പോവുകയാണ്. ഇപ്രാവശ്യത്തെ പർച്ചേസ് നല്ല കുറച്ച് നീണ്ട പർച്ചേസാട്ടോ. ഒരു ആഴ്ച പർച്ചേസ് ഉണ്ട്. സാധാരണ ഞാൻ ഇത്ര നീണ്ടിട്ട് എടുക്കാറില്ല കേട്ടോ. ഒരു മാക്സിമം ഒരു 3-4 ദിവസത്തിനുള്ളിൽ പർച്ചേസ് കഴിഞ്ഞ് തിരിച്ചെത്തും. അങ്ങനെ ഉണ്ടാവാറ്. പക്ഷേ കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ടായിരുന്നു ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് 1 വീക്കായിരുന്നു. കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ പുലർച്ചയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കമൊന്നും കറക്റ്റ് ആയിരുന്നില്ല. പക്ഷേ ഇല്ലാസ്ക്ക് പൂത്ത ഉറക്കത്തിലാണ് അപ്പോഴും ഇപ്പോഴും കേട്ടോ. അപ്പോൾ എനിക്ക് ആക്ച്വലി ടേക്ക് ഓഫ് ടൈമും ലാൻഡിങ്ങും എന്താണെന്നറിയില്ല, ഭയങ്കര ടെൻഷനാണ് കേട്ടോ. എപ്പോഴും അങ്ങനെ തന്നെയാണ്. സ്റ്റഡി ഇതിൽ ഓക്കെ, പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഒരു വ്ളോഗായിട്ട് ചെയ്യണമല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ച് വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇങ്ങനെ എടുക്കണ ഈ ഒരു ഇതിൽ ഞാൻ സത്യം പറഞ്ഞാൽ ലാൻഡിങ് ഒന്നും ഞാൻ സത്യം പറഞ്ഞാൽ അറിയേ ചെയ്തില്ല കേട്ടോ. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഒരു കുറച്ച് സെക്കൻഡ്സിലാണ് ഞാൻ റിയലൈസ് ചെയ്തത് ആക്ച്വലി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതെന്നുള്ളത് കേട്ടോ. അങ്ങനെ എൻ്റെ പോലെ ആരെങ്കിലും ഉണ്ടോ ടേക്ക് ഓഫിനും ലാൻഡിങ് ടൈമിലും ടെൻഷനായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ്. ഹായ്, അങ്ങനെ നമ്മൾ എന്താ പറയുക ലാൻഡ് ചെയ്തു കേട്ടോ. ലാൻഡ് ചെയ്തിട്ട് ഇപ്പോൾ ആക്ച്വലി പറഞ്ഞാൽ മുംബൈയിലാണുള്ളത്. മുംബൈയിൽ നമ്മളൊന്നും കൂടെ എവിടെയാണ് ബന്ദി ബസാറാണുള്ളത് കേട്ടോ. നമ്മൾ ഹാൻഡ് വർക്കിൻ്റെ കുറച്ച് ഐറ്റംസുകൾ, ബീഡ്സ്, പിന്നെ അതുപോലെ ഡ്രസ്സിലൊക്കെ വയ്ക്കാറുണ്ട് ഞാൻ, ലേസ് അങ്ങനത്തെ സാധനമൊക്കെ ഞങ്ങൾ മുംബൈയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യാറ്. അപ്പോൾ അതിനവിടെ എത്തിയിട്ടുണ്ട്. ആക്ച്വലി എന്താ വെച്ചാൽ അത് കണക്ഷനാണ് ഫ്ലൈറ്റ്. അപ്പോൾ അത് കാരണം ഇവിടെ കുറച്ച് ടൈം ഏതായാലും ബോംബെ കണക്റ്റഡ് ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം ഇവിടെ ഞങ്ങൾ പർച്ചേസിനും കൂടെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല വിശപ്പുണ്ട്. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ ബോംബെയിൽ വന്ന പാട് അല്ലെങ്കിൽ എയർപോർട്ടിൽ എത്തിയിട്ട് അവർക്കൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. ഒരൊത്തം തലയ്ക്ക് പിടിച്ചിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഫ്ലൈറ്റിൽ നിന്ന് ജസ്റ്റ് ഒരു വീഡിയോ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ മുംബൈ എത്തി. മുംബൈയിൽ നിന്ന് ഇനി കച്ചിൽ പോകണം. പിന്നെ കച്ചിൽ നിന്ന് സൂറത്ത് കേരള, അങ്ങനെയാണ് പ്ലാൻ. അപ്പോൾ ഫുഡ് കഴിക്കുന്നത് നല്ല വിശപ്പുണ്ട്. ഫുഡ് കഴിക്കുകയാണ്. ഇവിടെ ഷാലിമാർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട്. നല്ല അടിപൊളി ഫുഡ് കിട്ടുന്നതാണ്. എപ്പോഴും ഭയങ്കര തിരക്കാണ്. 12 മണിക്ക് ശേഷമാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 11 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തി എഗ് ബുർജി ഓർഡർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ വഴിയെ ഓരോന്നായിട്ട് കാണാം. അങ്ങനെ മുംബൈയിൽ നിന്ന് ഞങ്ങൾ അന്ന് ഫുൾ അവിടെ പർച്ചേസ് ചെയ്തിട്ട് കുറേ ലേസും സീക്വൻസ് ബീഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം പിന്നെ മുംബൈയിൽ നിന്ന് ഞങ്ങൾക്ക് വൈകിട്ടായിരുന്നു, ഒരു 7 മണിയൊക്കെ ആകുമ്പോഴായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ട്രെയിനിലാണ് പോയത്. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് അവിടെ എത്തുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ ആണ് പിന്നെ അന്ന് കിടന്നുറങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പർച്ചേസിന് ഇറങ്ങിയതാണ്. അപ്പോൾ മൊഡാൾ സിൽക്ക് കണ്ടിട്ടുള്ളൊരു ആവേശമാണ് എന്നിൽ കാണുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ പല ഡ്രസ്സുകൾ മൊഡാൾ സിൽക്കിൻ്റെ പല വെറൈറ്റി ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ആവേശം ഇങ്ങനെ കൂടുമല്ലോ. അപ്പോൾ എല്ലാതും വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ പർച്ചേസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് ഫ്രഷായി ഞങ്ങൾ പിന്നെ നമ്മൾ പർച്ചേസിൻ്റെ ആ ഏരിയയിലേക്ക് തന്നെ വരുന്ന സമയത്ത് ഒരു മ്യൂസിയം പോലെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴും ജസ്കർ പറഞ്ഞു എനിക്കത് കാണണം എന്നുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഒന്ന് പോയി കാണാം. എന്താ വെച്ചാൽ ഈ അജ്രക്പൂരിലുള്ള ട്രഡീഷണൽ പ്രിൻറ്റുകളൊക്കെ ഉള്ളതിൻ്റെ ഒരു മ്യൂസിയം ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഉള്ളിലേക്ക് പോയിട്ടില്ല. അപ്പോൾ അന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നോക്കിയൊക്കെ ഫ്ലവേഴ്സ് നോക്കി പൊരിഞ്ഞ വെയിലാണ്. എന്നിട്ട് ഇവിടെ പൂക്കൾ നിൽക്കണം ഞാൻ നോക്കണത്. പൊരിഞ്ഞ വെയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നിർത്തിയിട്ടുണ്ടെങ്കിൽ കരിവാളിച്ചു കറുത്ത കളറായി പോകും. പക്ഷേ ഫ്ലവേഴ്സൊക്കെ നല്ലതിൽ നിൽക്കുന്നുണ്ട് എല്ലതും. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് ആണ്. നമ്മളിവിടെ ചെന്നപ്പോൾ എന്താ ഇതിൻ്റെ അവസ്ഥ ഒന്നും അറിയില്ല. ഇവിടെ വന്നപ്പോൾ ആകെ മൊത്തം ഭയങ്കര നിശബ്ദതയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര സൗണ്ട് എടുത്ത് പറയാത്തത്. അപ്പോൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ സംഭവം ഒന്നും എനിക്കറിയില്ല. എന്തോ ഡ്രസ്സിൻ്റെ നമ്മളെന്തായാലും ഡ്രസ്സിൻ്റെ ഇത് ചെയ്യണമല്ലേ. അപ്പോൾ അതിനോട് റിലേറ്റ് ചെയ്തുള്ളൊരു മ്യൂസിയമാണ്. അപ്പോൾ ഒന്ന് വന്ന് കാണാമെന്ന് കരുതി. थैंक यू. कितना पूरा 2 4 6 कितना ड्रेसेस है इधर अभी, मतलब ट्रेडिशनल 10 हैं. हाँ, इसी तरह अलग सेक्शन में उनके अलग भी हैं. हाँ, ഓക്കെ. ഇത് വെച്ചാൽ 10-12 ഡ്രസ്സസിൻ്റെ എന്താ പറയുക, ഇതൊക്കെ ഫുൾ ഇവരുടെ ഓരോരോ കാറ്റഗറിയിലേക്ക് എന്താ പറയുക
ഓരോ കമ്മ്യൂണിറ്റികളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡ്രസ്സുകളാണ്. അപ്പോൾ ഇത് ഇൻ്റർകാസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ടൈപ്പ് ഡ്രസ്സാണ്. അപ്പോൾ ഓരോ ഡ്രസ്സും ഇപ്പോൾ പുറത്തുനിന്ന് രാജസ്ഥാനിൽ നിന്നൊക്കെ വന്നിട്ട് മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെ താമസിച്ചിട്ടുള്ള ആളുകൾക്കുള്ള ഡ്രസ്സാണ് ഈ വല ഗ്രീൻ വല. അപ്പോൾ ഓരോരോ കമ്മ്യൂണിറ്റീനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അവരുടെ ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ ഫോമാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റിന്. കാരണം ഇപ്പോൾ അത് മൊത്തം ഇന്നും അവർ വെയർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ആജ് അബി ബി ഐസ യൂസ് करता है ना ड्रेसेस, लेकिन मैं अभी नहीं देखा पूरा जगह जगह. कम्युनिटीज अभी थोड़े मॉडर्न में हैं. हाँ फिर भी है ऑलरेडी ओल्ड एज आदमी. विलेजेस में है वो लोग अभी भी ये पहन. ഓക്കെ ഇപ്പം അത് മൊത്തം അവർ അന്യം നിന്ന് പോയിട്ടുണ്ട്. എന്നാലും ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു ടൈപ്പ് ഈ ഒരു കാറ്റഗറിയിലുള്ള ഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ട്രഡീഷണൽ കാണിച്ചിട്ടുള്ളതാണ്. പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട്. बहुत सारा देश से आदमी इधर आता है ना पूरा टाइम. मैं आज में आपका उधर में देखने के टाइम में जापान ऐसा नोट किया. हाँ ये पूरा फिर यहाँ पे अलग अलग उनकी एम्ब्रॉयडरी ഇതൊക്കെ ഡ്രസ്സിൽ ഫിറ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ അവിടെ നാട്ടിൽ കോമൺ ആണ്. പക്ഷെ ഇതൊരു ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സസിൽ ടെസൽസ് ഇതൊക്കെ നമുക്കിപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് നമ്മൾ ഡ്രസ്സിലൊക്കെ വെക്കുന്ന ടൈപ്പാണ്. ഇത് ട്രഡീഷണൽ ഇതാട്ടോ പ്രിന്റുകൾ ഹാൻഡ് വർക്ക്. മുത്തുവ എന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിലെ 18 ഡിസൈൻസ് ആണ് ഇവിടെ. 18 ഡിസൈൻസ് അത് മുത്തുവ കമ്മ്യൂണിറ്റി സ്റ്റൈൽസ്. ഓക്കെ 18 സ്റ്റൈൽസ് 18 സ്റ്റൈൽസ് ഉണ്ട് അത്ര അവർക്ക് ഈ മുത്തുവ കമ്മ്യൂണിറ്റി എന്നുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ ഡ്രസ്സസിൻ്റെ 18 സ്റ്റൈൽസ് ആണ് കേട്ടോ. 18 ഡിസൈൻസ്. ഓക്കെ അങ്ങനെ ഇനി എന്താ फिर यहाँ से अलग अलग कम्युनिटी वाइज सेक्शंस हैं. ओके. फर्स्ट है आहिर एंड मेघवाड़ गुर्जर कम्युनिटी. ये लोग 600 years ago they migrate from Mathura to Sindh and Sindh to Kutch. Mathura south नहीं Mathura Dwarka and yes Mathura to Sindh and Sindh to Kutch. They are mostly farmers. And they are doing also embroideries, their women. So you can look here, their embroidery styles, motif, design, color combination, all this. These are कौन सा Ahir. Yes. The Ahir. They are belong from Lord Krishna. Lord Krishna. They Yes. Okay. Actually from actually they are Hindus. Yes, they are Hindus. Okay. ഈ കമ്മ്യൂണിറ്റിക്ക് നാം ക്യാ പോലാ ആഹിറ എന്നുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അത് ഹിന്ദുസാണ്. അവരുടെ ട്രഡീഷണൽ പ്രിന്റുകളാണ്. ആക്ച്വലി ദേ ആർ ഫാമേഴ്സ്. അങ്ങനെ കർഷകരാണ് ഇത്ര ഇവർ. അപ്പോൾ അവരുടെ ഡ്രസ്സുകളാണ് പോയി കാണുന്നത് കേട്ടോ. രസമുണ്ട് ഇങ്ങനെ കാണാനും ഇതാക്കാനൊക്കെ. നമ്മൾ ശരിക്കും ഓരോ ഇതിൻ്റെ ഇങ്ങനെ ഹിസ്റ്ററി ഒക്കെ അറിയുമ്പോൾ രസമല്ലേ. ഈ പൂരാ സാരാ അലഗ് അലഗ് കമ്മ്യൂണിറ്റി का डिजाइन है ऐसा अभी अब बोला. हाँ ये पूरा ड्रेस में आएगा और इसका ഇതൊക്കെ ഡ്രസ് इसलिए मैं पूछा. നമ്മൾ അവിടെ എന്താ സോഫ അവരെന്തെങ്കിലും ഡെക്കറേഷൻസിനൊക്കെ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന ടൈപ്പ് പ്രിന്റുകളാണ് ഡിസൈൻസുകളാണ് എംബ്രോയിഡറി ഡിസൈനുകളാണ് കേട്ടോ. ट्रेडिशनल गारमेंट्स आल्सो लाइक दिस. ट्रेडिशनल गरबा लाइक ओ डांसिंग. yes ahir ras, it's called ahir ras. ahir ras. yes. ഈ ഡാൻസിന് പറയുന്ന അത്ര ahir ras എന്നുള്ളത്. ये ड्रेस वेयर करके डांस करेगा ऐसा है. जन्माष्टमी के दिन. दिन में रिसेंटली अभी एक हफ्ते पहले का. So they are all Hindus? Yes, they all are Hindus. But they are wearing dupatta like this. They are traditional dress. Yes, traditional dress like this. Okay. Most of they are using gold jewelries, not silver. Gold jewelries? Yes. Okay. അപ്പോൾ എന്തായാലും രസമുണ്ട്. തട്ടൊക്കെ ഇതുപോലെ ഇവിടുത്തെ ഹിന്ദു ആളുകളും യൂസ് ചെയ്യുന്നതാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ ഈ തൊട്ടിലൊക്കെ നോക്കി നോക്കിയേ. തൊട്ടി ഇതൊക്കെ ഐസാ ഹേ പൂര ക്രാഡിൽ ഐസാ ഹേ. छोटा बच्चा का 6 दिन के बाद जब छोटे बच्चे को पालने में सुलाते हैं तो उस टाइम से ही उसको कल्चर के साथ रखा जाता है, क्राफ्ट और कल्चर के साथ. ओके. तो लड़की है तो धीरे धीरे वो देखते देखते बड़ी होती थी तो उसके माइंड में सेट आएगा. ओके. बच्चा है लड़का है तो वो उस तरह के कपड़े मुझे पहनने हैं, वो तब से ही उसकी हैबिट हो जाएगी और वो देखते देखते वो कल्चर फ्रॉम द बिगिनिंग दे आर यूज्ड. They are also decorate their animals because they are using like a family person, not as a animal. They are farmers, so they need animals. അവർക്ക് ഈ എന്താണ് ഇതിന് പറയാ അല്ല പശു കാളല്ലേ
കാള എന്നുള്ളത് അവരുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എനിമലോ അങ്ങനെ ഒന്നുമില്ല. കാരണം അവർ ഓൾറെഡി ഫാമേഴ്സ് ആണല്ലോ. അപ്പോൾ ഫാമേഴ്സിന് മെയിനായിട്ട് വേണ്ടൊരു ഇതാണല്ലോ, നമുക്ക് എന്തായാലും പറയുക, കൂട്ടാനും ഇതാക്കാനൊക്കെ മെയിനായിട്ടുള്ള ഇതാണല്ലോ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചിട്ട് അവരുടെ വിശ്വാസം എന്നുള്ളത് അങ്ങനെയാണ്, ഒരു ഹിന്ദു കൾച്ചറുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് ഈ പശു, കാള എന്നൊക്കെ ഉള്ളത് അവർക്ക് ഭയങ്കര ദൈവതുല്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് എന്താ വേറെ സെപ്പറേറ്റ് അല്ല, അവരുടെ ഒരു മെമ്പർ പോലെ, വീട്ടിലൊരു അംഗത്തെ പോലെ കാണുന്നതാണ്. फिर यहाँ पे उनके कपड़ों से एज ग्रुप का पता लगता है मोस्ट ऑफ, बिकॉज हर एक एज ग्रुप के हिसाब से उनके कपड़ों में चेंजेस आते हैं, कलर्स में, डिज़ाइंस में, एम्ब्रॉयडरी स्टाइल्स में। यहाँ पे छोटी बच्ची है तो उसकी मम्मी उसको एम्ब्रॉयडरी करके देगी तो उसकी स्कर्ट पूरी एम्ब्रॉयडर्ड है। फिर यहाँ पे वो यंग एज में तो उसके अंदर एनर्जी भी उतनी घर में बनाएगा, अपना अपना खुद बनाएगा। वो यंग एज में है तो उसके पास इतनी एनर्जी होगी कि वो जितना भी काम कर सकती है उस टाइम पे, वो उतना ज़्यादा एम्ब्रॉयडरी वाले कपड़े पहनेगी, सजना धजना उसे अच्छा लगेगा। तो वो बॉर्डर उसकी पूरी एम्ब्रॉयडरी वाली रहेगी, स्कर्ट है तो ज़्यादा शाइनिंग है, इसमें कलरफुल है, टीनेज आदमी को। और उसका अपर गारमेंट है वो सिंगल प्लेन वन सिंगल कपड़े का होगा, सिंगल कपड़े फैब्रिक का। फिर आफ्टर मैरिज तो वो घर के काम भी हैं, बच्चे हैं, फार्म है, वो सब संभालते बहुत कम टाइम मिलता है, तो वो थोड़े बहुत टाइम में ही वो एम्ब्रॉयडरीज करती हैं। और ഇപ്പോൾ ഈ കല്യാണമൊക്കെ ഇത് ചെറിയ കുട്ടികളുടെ ഡ്രസ്സാണെന്നുള്ളത്. അപ്പോൾ അവർക്ക് എന്ന് പറയുമ്പോൾ അമ്മമാർ കുറച്ച് ടൈം എടുത്തിട്ട് കുറച്ച് കൂടുതലായിട്ട് വർക്ക് ചെയ്ത് കൊടുക്കും. പിന്നെ രണ്ടാമത്തെ കുറച്ച് ടീനേജ് ഒക്കെ ആകുമ്പോൾ അവരെ കാണാൻ കുറച്ചും കൂടെ ഒക്കെ ഒരു ലുക്കും ഇതൊക്കെ വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ഷൈനിങ് ആയിട്ടുള്ള കുറച്ചും കൂടെ നല്ല അവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ടൈപ്പ് ഡ്രസ്സുകളായിരിക്കും. തേർഡ് വൺ അതെന്ന് പറയുന്നത് കല്യാണത്തിന് ശേഷം. അപ്പോൾ അവർക്ക് കുട്ടികളായി പ്രാരാബ്ദങ്ങളായി, അപ്പോൾ അങ്ങനെ ഡ്രസ്സിലൊന്നും അവർക്ക് കൂടുതലായിട്ട് വർക്ക് ചെയ്യാനും പറ്റില്ല, അവരുടെ ഡ്രസ്സിന് തന്നെ മാറ്റം വന്നു. പിന്നെ ഇതാ കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ, അവരുടെ ഡ്രസ്സിന് ഒരു വർക്കും ഇല്ലാത്ത ടൈപ്പായി. അപ്പോൾ അങ്ങനെയാണ് ഓരോ ഡ്രസ്സിനും ഓരോ അവരുടെ ഏജ് വൈസ് ഓരോ ഇതുണ്ട് കേട്ടോ. നമ്മൾ വർക്ക് കാണുമ്പോൾ കുട്ടികളുടെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ വർക്ക് ഉണ്ട്, അങ്ങനെ അങ്ങനെ. क्यों ये कम्युनिटी ज़्यादा मेंस का ड्रेस में ज़्यादा काम करता है, मालूम आपको? ये लोग अलग अलग जगहों पे घूमते रहते हैं तो मोस्ट ऑफ इनके कपड़े हैं वो वाइट है प्लेन, तो उसके ऊपर जो वुमन बैठे बैठे वो एम्ब्रॉयडरीज करती रहती हैं, तो खुद के कपड़े भी कर दिए और हस्बैंड के कपड़े ऊपर में जैसे श्रेड का जैसे वेयर करेगा, अपर गारमेंट उसको केडियो। വേറെയുള്ള ആളുകളൊന്നും ഇതില്ല, ഇങ്ങനെ ആണുങ്ങളുടെ ഡ്രസ്സിൽ കൂടുതൽ വർക്കില്ല ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക്. പക്ഷേ അവർ നോർമലി വൈറ്റ് ആണ് ഇടുക, എങ്ങോട്ടെങ്കിലൊക്കെ പോകുമ്പോഴൊക്കെയാണ് ഈ ഓവർകോട്ട് ടൈപ്പ് ഇടുക. അതിൽ വൈഫ് ഭാര്യമാരിരുന്നിട്ട് കുറച്ച് വർക്ക് ഗ്രാൻഡാക്കി ചെയ്ത് കൊടുക്കുന്നവർക്ക്. അങ്ങനെയാണ് ഇതിൻ്റെ കേട്ടോ ആ കമ്മ്യൂണിറ്റി ഒന്നും പറയാൻ നമുക്ക് അറിയണില്ല, എന്തൊക്കെയോ വായിലൊതുക്കാത്ത പേരുള്ള കമ്മ്യൂണിറ്റിയാണ്. നെക്സ്റ്റ് ഇതാണ് അവരുടെ ഡ്രസ്സ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ജെൻസിനാണ് കൂടുതലായിട്ട് ഡ്രസ്സസ് ഒന്നും കൂടെ എന്താ പറയുക ഹെവി ആയിട്ടുള്ള ലുക്ക് വരുന്നത്. ലേഡീസിൻ്റെത് പൂരാ ടൈം ഐസ കാല കളർ കാ ഹൈ ये लेडीज पूरा क्यों ऐसा है? इन लोगों के पास वूल जो रहता है वो खुद का होता है, और इनके विलेजेस में जो वीवर्स हैं उनको ये वूल देते हैं, रॉ वूल, और उसमें से वीवर्स इनको व्यू करके देते हैं, तो ये वूलन का होता है पूरा। ओके, सो ओनली इसमें काला कलर डालेगा। ओके, इसका स्ट्रक्चर ऐसा है कि ये विंटर में अपने आप पैक हो जाएगा और समर में अपने आप ओपन हो जाएगा, तो ये हीट भी नहीं लगेगी और ऐसा है। ഇത് ഇതാണ് ബ്ലാങ്കറ്റ് ആണ്. इसका नाम क्या है? इसको ओढ़नी बोलते हैं. ഓട്ടണി. യെസ്, ഓട്ടണി. ഓട്ടണി. ഇവിടുത്തെ ഈ ഒരു ഇതിൻ്റെ സ്ത്രീകൾക്ക് ഫുള്ള് ബ്ലാക്ക് കളർ ഡ്രസ്സാവും. आपको मलयालम नहीं ब्लैक आपका समझा इसलिए अब ब्लैक कलर ड्रेस हो. बाकी इवर पूरा आदमी ऐसे ब्लैक कलर वेयर करेगा, लेडीज़ पूरा എല്ലാ ലേഡീസും ബ്ലാക്ക് കളർ. ഇതിൻ്റെ മെയിൻ പ്രത്യേകത ഈ കമ്പിളിപ്പുതപ്പ് തിന്നാവാനും പറ്റും, എക്സ്പാൻഡ് ചെയ്യാനും പറ്റും. അതാണ് മെയിൻ പ്രത്യേകത ഈ ഒരു ബ്ലാങ്കറ്റിൻ്റെ കേട്ടോ. അത് വളരെ തിന്നായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അത് ഓട്ടോമാറ്റിക്കലി ऐसा आएगा, सीजन का जैसा ऐसा आएगा. हाँ, मैं भी सोचा पूरा टाइम में बहुत गर्मी है ना इधर, पूरा टाइम में कैसे पहन सकता है. स्ट्रक्चर ऐसा है, ट्रेडिशनल वीविंग है, वीविंग. ओके, ये क्या है? वो भी इसका है. यस, ये रबारी के अलग सब ग्रुप्स हैं, जस्ट लाइक दैट वन इज देवरिया रबारी, हाँ, एंड दिस वन इज वागड़िया रबारी. सो क्या डिफरेंस है इसका? काम में डिफरेंस है? यस, एम्ब्रॉयडरीज में थोड़ा बहुत डिफरेंस है, कलर कॉम्बिनेशन में है, एंड लाइक ये वाइट डॉट्स इज कॉल्ड बांधनी. हाँ, ओके, so they are using bandhani designs most of. ഓക്കെ, in that skirt and opening also. ഓക്കെ, ഇത് അതിൽ തന്നെ പെട്ടുള്ള ഒരു സബ് ഗ്രൂപ്പാണ്. അവരുടെ ഡ്രസ്സിൽ ബാന്തിനി ഡിസൈൻസ് കൂടുതലായിട്ടുണ്ടായിരിക്കുന്നത്.
അങ്ങനെയാണ് പറയണത് കേട്ടോ. എനിക്ക് വല്ലാണ്ടൊന്നും അവർ പറയണത് അത്രയ്ക്കായിട്ട് മനസ്സിലാവില്ല. അറിയണ ഒരു അറിവ് വെച്ചിട്ടാണ് പറയുന്നത്. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. It's like one kind of storage, multi-purpose. There was that part is grain storage. Here is garment and ornaments. Okay. And last one is like a fridge because they're made from mud. Clay. So it's like temperature. Keeping food. Yes, food. Like milk and. Okay. നമ്മൾ അവിടുത്തെ പത്തായം അങ്ങനെ പറയാം നമ്മൾ. हम लोग का गांव में क्या बोलेगा, पत्तायम बोलेगा. और ग्रेन्स पूरा स्टोरेज करेगा ऐसा है. लेकिन ये देखने के टाइम में अच्छा है. थोड़ा इधर का मिरर्स भी है. അല്ല നമ്മളവിടുത്തെ പത്തായാണ്, പണ്ടത്തെ പത്തായ ഉണ്ടല്ലോ, ഇങ്ങനെ എത്ര ഗാർണിഷൊന്നും അല്ല, ഇത്ര നമുക്ക് ഡെക്കറേറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. ഇതിപ്പോൾ കുറച്ചും കൂടെ അവരുടെ ട്രഡീഷണൽ ലുക്ക് വരുത്തിയിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ ഒരു റെഫ്രിജറേറ്റർ ആയിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന്. കാരണം ഉള്ളിലൊക്കെ ഫുള്ള് മണ്ണൊക്കെ വെച്ചിട്ട് ക്ലേ ഒക്കെ വെച്ചിട്ട് കൂൾ എഫക്റ്റ് ആക്കിയിട്ട് നിർത്തിയിരിക്കുകയാണ്. ഈ ഒരു സൈഡിൽ ഗ്രെയിൻസ് സ്റ്റോറേജ് ആണ്. ഈ ഒരു സ്റ്റേജിൽ ഡ്രസ്സസ് ഫോൾഡ് കറക്കെ വാർഡ്രോബ് ക ജൈസ യൂസ് കരേഗ. അങ്ങനെ അപ്പോൾ അലമാരയായിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ്. അങ്ങനെ 3 സെക്ഷനായിട്ടുള്ള പത്തായം നമ്മളവിടെ ഉള്ള. ഓക്കെ. വന്നിരിക്കുകയാണ്. അങ്ങനെ പർച്ചേസിന് വന്നിരിക്കുകയാണ്. നമ്മളിവിടെ കച്ചിൽ വന്ന് കുറേ പീസുകൾ ഓർഡർ കൊടുത്ത്, നല്ല വെയിലുണ്ട് കേട്ടോ, കുറേ പീസ് ഓർഡർ കൊടുത്ത് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ പ്രിൻ്റ് ചെയ്യിപ്പിക്കാനും ഇതൊക്കെ ഉള്ള ഓർഡറിനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് രാത്രിയാണ് ഞങ്ങളുടെ ട്രെയിൻ ഉള്ളത്. അപ്പോൾ അത് കാരണം ഇവിടെ എപ്പോഴും ഉണ്ടാവില്ലല്ലോ ട്രെയിനുകളൊന്നും. അപ്പോൾ ഏതായാലും നമ്മൾ പർച്ചേസിന് ഇറങ്ങിയതാണല്ലോ. ഇവിടെ കുറച്ച് നല്ല, സത്യം പറഞ്ഞാൽ പ്രകൃതിയിൽ കുറച്ച് നല്ല എന്താ പറയുക, പല അത്ഭുതങ്ങൾ, പ്രകൃതിയിൽ പല അത്ഭുതങ്ങൾ ഉണ്ടെന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ കേട്ടിട്ടുള്ളൂ, പിന്നെ വീഡിയോസിലൂടെ കണ്ടിട്ടുള്ളൂ. ഡയറക്റ്റ് ഇങ്ങനെ ഒരു കാണാനൊരു അനുഭവം, പ്രത്യേകിച്ച് അവിടെ വരുന്ന സമയത്ത് നമ്മുടെ കാറുണ്ടല്ലോ, ഒന്നുമില്ല, ബ്രേക്ക് മൊത്തം ഓഫായിട്ടിരിക്കുമ്പോൾ ജസ്റ്റ് നെഗറ്റീവ് അല്ല, റിവേഴ്സ് ഗ്രാവിറ്റി. സാധാരണ എന്താ വെച്ചാൽ ഭൂമിയിലേക്ക് എല്ലാ ഐറ്റത്തിനും ആകർഷിക്കപ്പെടുകയാണല്ലോ ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ ഫുൾ റിവേഴ്സിൽ വരിക. അവിടെ എത്തുമ്പോൾ ഒരു ഗുരുത്വാകർഷണം ഇല്ലാണ്ട് ഐറ്റംസ് ഫ്രീ ആയിട്ട് നമുക്ക് പോകുന്നൊരു അവസ്ഥ. അങ്ങനെ 3 സ്ഥലങ്ങളിലുള്ളത്. ആക്ച്വലി എന്താ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ഒന്ന് സൗദി അറേബ്യയിൽ നിന്ന് ഇപ്പോൾ ഇവർ പറഞ്ഞപ്പോൾ മനസ്സിലായി. പിന്നെ ഒന്നിപ്പോൾ ഇവിടെയാണ് നമ്മൾ കണ്ടത്, ഓൺ ദ വേ ടു എന്താണ് കാലാതുങ്ക എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഹിൽസ് ആണ്. ഫുൾ പഹാഡ് എന്നാണ് പർവ്വതങ്ങൾക്ക് പറയും. അപ്പം അങ്ങനെ ഫുൾ ബ്ലാക്ക് ഹില്ലായിട്ടുള്ള ഒരു ഹിൽ ഏരിയയിലേക്കാണ് പോണത്. എന്താണ് എങ്ങനെയൊന്നും അറിയില്ല. വേറെ ഇൻട്രസ്റ്റിംഗ് കാര്യം വെച്ചാൽ ഇവിടെ എത്തിയപ്പോൾ ഇല്ലാസ്കൊക്കെ ഒരേ ഒരു നിർബന്ധം, ഞാൻ ഒട്ടകത്തിൻ്റെ മേലെ കയറിയിട്ട് വേണം നമുക്ക് പോകാനെന്നുള്ളൊരു. ഇവിടെ ഒട്ടകങ്ങളെ കണ്ടപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ്. അപ്പോൾ ഏതായാലും ഇതൊക്കെ ജീവിതത്തിൽ എപ്പോഴും നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തൊക്കെ വെച്ച് എന്താവും, അട്ടി പറഞ്ഞ് വീഴോ ഒട്ടകം ഓടുമോ ഒന്നും അറിയില്ല. എന്തായാലും ട്രൈ ചെയ്തൊക്കെയുള്ള ഇതിലാണ്. അപ്പോൾ അങ്ങനെ ഒട്ടകത്തിൻ്റെ മേലെ കയറിയിട്ടാണ് കാലാതുങ്ക എന്നുള്ള സ്ഥലത്തേക്ക്, എന്ന് വെച്ചാൽ ഫുൾ ബ്ലാക്ക് ഹില്ലാണ് പറയുന്നത്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുക. ഞാൻ എന്തായാലും മറ്റത് പറഞ്ഞല്ലോ, റിവേഴ്സ് ഗ്രാവിറ്റി അതാണ് തോന്നുന്നു അതിൻ്റെ സയൻറ്റിഫിക് നെയിം, എന്താണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഗ്രാവിറ്റിക്ക് റിവേഴ്സ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അത് ഞാൻ ജസ്റ്റ് അതിലിങ്ങനെ നോക്കട്ടെ, കാണിക്കാൻ പറ്റുമെന്നുള്ള എങ്ങനെയാണെന്നുള്ള നോക്കട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഒട്ടകത്തിന് പുറത്ത് കയറിയിട്ടുള്ള കാഴ്ച കാണാം കേട്ടോ. അപ്പൊ ഞാൻ ഒട്ടകത്തിന്റെ വില കയറാൻ പോവാണ് കേട്ടോ. എല്ലാരും കൂടെ घुमा के बैठो जल्दी, पकड़ो, हो गया? चलो आगे ले लो, फोटो कर दा आगे ओडी उधर ഈ ഒട്ടകക്കാരെ ഓടിപ്പോയി അല്ലാതെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് കേട്ടോ. എന്തായാലും പറഞ്ഞിട്ടാണ് ഞാൻ ഇതിന്റെ മേലെ കയറിയിട്ടുള്ളത്. നല്ല എക്സ്പീരിയൻസ് നമ്മളിങ്ങനെ സിനിമയിൽ കയറിയിരുന്നിട്ടുള്ള പോക്ക് ആദ്യമായിട്ട്. ഒട്ടൊക്കെ വൈകിട്ടാൻ മതി. അപ്പൊ നമ്മളങ്ങനെ ഇവിടേക്ക് പോവാണ് കേട്ടോ.
അപ്പോൾ ഒരുപാട് ചെരുപ്പുകൾ കാണുന്നുണ്ട്. എല്ലാവരോട് ചോദിക്കുന്നത് ഷൂകൾ അതുപോലെ ജൂട്ടീസൊക്കെ എവിടെ പർച്ചേസ് ചെയ്യാറുള്ളത്. ഞാൻ സാധാരണ ജയ്പൂരിലാണ്. ഇവിടെ വന്നിട്ട് അത്ര കളക്ഷൻസ് ഒന്നും ഇഷ്ടമായിട്ടില്ല. പക്ഷേ ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. എൻ്റെ ടേസ്റ്റിലൊക്കെ ഒന്നും തന്നെ കണ്ടിട്ടില്ല. ഒരുപാട് നല്ല നല്ല വെറൈറ്റീസാണ് ഞാനന്ന് എടുത്ത പോലത്തെ കൂടെ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ജയ്പൂരാണ് ഇതിൻ്റെ പക്ക കേന്ദ്രം. ഫിനിഷിങ് ഒരുപാട് കാണാനുണ്ട്. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകും. കാല ഡൂങ്കർ इधर जाएगा तो व्यू मिलेगा. ये व्यू पॉइंट है ना जो ये व्यू पॉइंट है. ये വ്യൂ പോയിന്റ് അവിടെ നോക്കുമ്പോഴേ പാകിസ്ഥാനിലെ ശരിക്കും എല്ലാ ഭാഗങ്ങളും കാണാം. ബോർഡറുകൾ ഇത് ആക്ച്വലി എന്താ വെച്ചാൽ ഗുജറാത്ത് എന്നുള്ളത് ശരിക്കും നമ്മളെ പാകിസ്ഥാനായിട്ട് ഒരു ജസ്റ്റ് ഒരു കണക്ഷൻ വരുന്ന ഏരിയ. അതുകൊണ്ട് തന്നെ ഇവിടെ നന്നായിട്ട് എന്തുണ്ട് കച്ച് ഏരിയ കേട്ടോ. കച്ച് ഗുജറാത്തിൽ സൂറത്ത് അങ്ങനെയൊന്നല്ല, കച്ച് ഞാൻ സ്പെഷ്യലി മെൻഷൻ ചെയ്യാൻ പറഞ്ഞു. കച്ച് എന്നുള്ളത് ഞാൻ അന്നൊരു തവണ നമ്മൾ ഫസ്റ്റ് കച്ചിലേക്ക് വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഫുള്ള് മിലിറ്ററി എന്താ പറയുക ഏരിയയാണ്. മിലിറ്ററി ഏരിയയുടെ പ്രൊട്ടക്റ്റഡ് ഏരിയയാണ് ഫുള്ള്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ബോർഡറായിട്ട് വരുന്ന ഒരു ഏരിയയാണ്. ഈ കാലാദുങ്കറിൽ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പാകിസ്ഥാന്റെ വ്യൂ കിട്ടും എന്നാണ് പറയുന്നത്. വേണ പക്കടി തലകെട്ട് नहीं चाहिए. ഇറങ്ങാൻ സുഖമുണ്ട്, കയറാൻ എന്താ വേണാവോ. ये नहीं है अभी हम यहाँ पे ये ठीक है. ये बीच में रन है. ये पाकिस्तान स्टार्ट हो गया यहाँ से. ये रहा उधर से ये पूरा पाकिस्तान यहाँ पे स्टार्ट हो गया. हम अभी इधर है. इधर यहाँ पे इधर है. इधर है. सो इसके बाद में रन है. रन का बाद में पाकिस्तान है. ये पाकिस्तान के गाँव है. सो इतना नस्ती है. ये पत्थर है ना, स्टोन ब्लैक कलर है ना, उसकी वजह से इसका नाम पड़ा है काला डोंगा. ब्लैक हिल. यार अब उधर क्या कौन जाएगा. पूरा रन है. ये रन का बाद में हाँ पाकिस्तान. അപ്പോൾ നമ്മളിപ്പോൾ ഫുൾ ഹൈറ്റിൽ ഈ കച്ചിലും ഈ കച്ച് കാ എക്ദം ഹൈറ്റ് ജഗ ആ അപ്പോൾ ഇതാണ് കച്ചിലെ ഏറ്റവും ഹൈറ്റ് ഉള്ള ഏരിയ. ഇതാണ് കച്ചിലെ ഏറ്റവും ये कच्छ का एकदम नीचे मतलब वो वैली है ना. ये पूरा पहाड़ का नीचे. हाँ ये लेक है पूरा. हाँ पूरा रन है. उसके अंदर समुद्र का पानी आता है. इधर आता है. हाँ यहाँ तक ये जो पानी हाँ उधर तक चाहिए. उधर तक आएगा. पानी जैसे सूख जाएगा ना ये तो फिर वो नमक का पूरा वाइट रन जैसा बन जाएगा. नमक बन की पूरी जाएगा. लेयर उसके ऊपर बन जाती है. पानी उड़ जाता है तो फिर वो वाइट रन जैसा ही दिखेगा पूरा. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ കൂടുതൽ ഉപ്പ് സോൾട്ട് കൂടുതൽ ഉപ്പുള്ളതാണല്ലോ. അപ്പോൾ മറ്റേ സമയങ്ങളിൽ തണുപ്പുള്ള സമയങ്ങളിലൊക്കെ അത് ഫുള്ള് വെള്ള കളറിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് പറയണത്. ഇത് ഹൈറ്റ് ഉള്ള ഏരിയയിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇതിന് എന്താ പറയുക, ഇത് ശരിക്കും ഇത് മാറിയിട്ട് ഈ ബോർഡർ ലൈൻ മാറി ആ ഒരു വാട്ടർ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാനാണെന്നാണ് പറയുന്നത്. അപ്പോൾ രാത്രി സമയങ്ങളിലൊക്കെ ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റൊക്കെ മൊത്തം ഇരുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അവിടെ നിന്നുള്ള ലൈറ്റ്സ് കൊണ്ട് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നതാണ് പാകിസ്ഥാൻ. നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ്. അപ്പോൾ ഇത്രയും നിയറാണ്, പാകിസ്ഥാൻ നിയറായിട്ട് കിടക്കുന്നതാണ്. പിന്നെന്താ നല്ല വെയിലുണ്ടെങ്കിലും തന്നെ നല്ല കാറ്റുണ്ട്, നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മൊത്തം. നോക്കി ഗ്യാസ് ആയിരിക്കാൻ ചെല്ലാസ്ക ആ ഒരു ഭാഗം. അപ്പോൾ ഇത് താഴത്ത് ഇവിടേക്കൊക്കെ വെള്ളം കുറച്ച് ആ ഏരിയയിലേക്കൊക്കെ വെള്ളം വരുന്നത് നല്ല ഇതുണ്ട്, നല്ല ഡെപ്തിലാണ്. കാരണം ലെസ്കൊക്കെ വലിയ മരങ്ങളുടെ മേലെ ഇതായിട്ട് അത് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴ്ച ഉണ്ടായിരിക്കും അല്ലേ. ഇതിപ്പോൾ ആ താഴെ കാണുന്നത് നല്ല ഡീപ്പിലേക്ക്, നല്ല ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏറ്റവും ഹയസ്റ്റ് വ്യൂ പോയിന്റിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അത്രയും ഡീപ്പായിട്ടുള്ള ഡൗൺ പോർഷനാണ് ആ കാണുന്നത്.
അപ്പോൾ മൈക്കോടനെ നോക്കാം കേട്ടോ. അപ്പോൾ കാലാതുങ്കർ കഴിഞ്ഞ് വെച്ചാൽ ബ്ലാക്കിൽ ഇതിൻ്റെ ഈ സ്റ്റോണൊക്കെ ഉണ്ടല്ലോ, ഇത് ഫുള്ള് ബ്ലാക്ക് കളറിലെന്ന് അവൻ പറയണത് കേട്ടോ. അവർ പറഞ്ഞ് തരുന്നതിനനുസരിച്ചിട്ട് ഞാൻ പറയണത്. ഇതിൻ്റെ ആധികാരിക വശങ്ങളൊന്നും അറിയില്ല. അപ്പോൾ എന്താണ് നോക്കിക്കേ, ഇവിടെ ഉണ്ടാവുന്ന ചെടികളിൽ പ്രധാനിയായ ആൾക്കാരാണ് ഇത്. ആ ചെടി ഇട്ടോ, അതെന്താ അതിൻ്റെ പേര് നിൽക്കാറില്ല. എല്ലാം ഇവിടുത്തെ അത്രയും ഡ്രൈ ലാൻഡാണ്. എന്നിട്ട് ആ ചെടി നന്നായിട്ട് എങ്ങനെ സർവൈവ് ചെയ്യണമെന്നുള്ളത് മനസ്സിലാവില്ല. ഇത് ഓക്കെ, ഇതിന് ഓൾറെഡി നമുക്ക് വാട്ടർ ഇങ്ങനെ എന്താ പറയുക സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ അതിന് നോക്കിയാൽ അതിനെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവും. എനിക്ക് അതിൻ്റെ മേ ബി അതിൻ്റെ റൂട്ടിലായിരിക്കും അത് തോന്നുന്നത്. അല്ലാണ്ട് വേറെ ഏരിയകളിലൊന്നും വാട്ടർ സ്റ്റോർ ചെയ്യാനുള്ള ഒരിത് കാണുന്നില്ല. ഫുള്ള് ഈ ഇത്ര ഡ്രൈ ആയിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ മരുഭൂമി തന്നെ പറയാം, അങ്ങനത്തെ സ്ഥലങ്ങളിലാണ്. ഈ ഫുള്ള് കണ്ട ഫുള്ള് പച്ചയായിട്ട് കിടക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല ഇത് കിടക്കണത്, അത്രയും ഡ്രൈ ആണ്. हाँ एक ही है, एक दूसरे से कनेक्टेड है. वाइट रन है, हाँ ये वाला जो रन है, हाँ वो दोनों कनेक्ट, पास जो रोड टू हेवन है, सब एक वो दूसरे से तीनों कनेक्टेड है. तो ओके, जो पानी आता है ना समुद्र का, तो तीनों जगह पे आता है. तो आप वाइट रन में जल्दी सूख जाता है. यहाँ पे अभी भी थोड़ा थोड़ा पानी है. हाँ वाइट रन को इधर जल्दी आइस का जैसा है उधर. लेकिन लास्ट टाइम में हम उधर गया, उस समय में क्या है पूरा पानी है. एंजॉय करने के लिए वाइट रन में अभी ओके है ना उधर. ഇതൊക്കെ നമ്മളിതിന്റെ ഹൈ പോയിന്റിലാന്ന് ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര ഹൈറ്റ് ആയ സ്ഥലത്താണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ആ എൻഡിൽ കണ്ടില്ല വൈറ്റ് ഷെയ്ഡിലുള്ളത്, അതാണ് വൈറ്റ് ഡെസേർട്ട്, അല്ലെങ്കിൽ എന്താ പറയാ വൈറ്റ് റൺ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മരുഭൂമി പോലെ തോന്നും. ആക്ച്വലി അത് ഉപ്പാണ് കേട്ടോ. കടലില്ല, ഈ ഓഷ്യൻ ഈ സീ നെയ്യാനാ, सी नहीं है, रन है. हाँ रन के अंदर जो समुद्र का पानी अंदर आता है. हाँ समुद्र का, सो कनेक्टेड है समुद्र, कनेक्टेड. हाँ അപ്പോൾ സമുദ്രത്തിലത്തെ വെള്ളം അങ്ങോട്ട് വന്നിട്ട് ഇത് കണക്റ്റഡ് ആണ്. ഫുൾ ഉപ്പ് കട്ടയിട്ട് കല്ലുപ്പ് ഉണ്ടാവില്ലേ, ആ ഒരു ഫോമിലാണ്. അത് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഒരു വൈറ്റ് ഷെയ്ഡിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഇവിടുന്ന് 55 കിലോമീറ്റർ പോകണം, 55 കിലോമീറ്റർ ആണ്. നമുക്ക് അപ്പോൾ പോയിട്ട് അതും കൂടെ കാണാട്ടെ, ആ വ്യൂവും കൂടെ എങ്ങനെ കിട്ടും നോക്കട്ടെ. മുന്നേ ഞാൻ പ്രാവശ്യം പോയിട്ട് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. മുന്നേ പോയിട്ട് അവിടെ ഫുള്ള് വെള്ളമായിരുന്നു, അങ്ങനെ ഉപ്പ് കാര്യമായിട്ട് എനിക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം പോയിട്ട് കാണാൻ പറ്റുന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാൻ പോണത് കേട്ടോ. അപ്പോൾ ജാക്കി ദേക്കേഗാ. ഓക്കെ, പോയിട്ട് കാണാം. അങ്ങനെ വൈറ്റ് റൺ അല്ലെങ്കിൽ വൈറ്റ് ഡെസേർട്ട്, റൺ ഓഫ് കച്ച് എന്നൊക്കെ പറയുന്ന സ്ഥലം, അത് കാണാനായിട്ട് പോകുന്ന സമയത്താണ് സൈഡ്സിൽ ഇതുപോലെ കുറേ ചെമ്മരിയാടിനെ ഇങ്ങനെ മേയാൻ വിട്ടത് കണ്ടത് കേട്ടോ. മൊത്തം ആ ഒരു അറ്റ്മോസ്ഫിയറും അങ്ങനെ കുറേ ചെമ്മരിയാടും ആടുകളും ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. കൂടെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം തോന്നി. പക്ഷെ ഭയങ്കര വെയിൽ കാരണം ഞാൻ ജസ്കളർ ഒന്ന് വീഡിയോ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ജസ്ക്കാണ് വീഡിയോ പോയിട്ട് എടുത്തുകൊണ്ടുവന്നത്. വീഡിയോ അങ്ങനെ എടുക്കുക ഞാൻ കാറിൽ തന്നെ ഇരിക്കുക ചെയ്തത്. അങ്ങനെ തിരിച്ചു വന്ന് പോണ വഴിയിലാണ് ഇത് കണ്ടത്. തിരിച്ചു വന്നിട്ട് ഫുള്ള് നമുക്ക് എന്താ വൈറ്റ് ഡെസേർട്ട് എന്നുള്ള സ്ഥലം ഫുള്ള് ഉപ്പാണ്. ഉപ്പ് ഫുള്ളായിട്ട് ഇങ്ങനെ എന്താ പറയുക കല്ലുപ്പുകൾ ഇങ്ങനെ എത്രയോ, ഞാൻ അതിൻ്റെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട്, ഒരുപാട് ഏരിയയിലായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. അത് ആക്ച്വലി ഒരു രണ്ട് മാസം മുന്നേ ഞാൻ പോയിരുന്നപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് അവിടെ ഫുള്ള് വെള്ളമായിരുന്നു, ശരിക്കും കടൽ പോലെ. ഫുള്ള് ഉപ്പ് കലിഞ്ഞ് ആ സമയത്ത് കടൽ പോലെ ഉണ്ട്. പക്ഷേ ആക്ച്വലി അത് കടലൊന്നുമല്ല, അങ്ങനെ വെള്ളം വന്നിട്ട് അങ്ങനെ ആയിരിക്കുമായിരുന്നു. ശരിക്കും തിരകളും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ എങ്ങനെ ഇപ്പോൾ ഇത്രയും വെള്ളമുള്ളിടത്ത് ഇങ്ങനെ ഈ ഉപ്പ് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഉപ്പ് ഇങ്ങനെ ഇതായി കിടക്കുന്നു. നോക്കി എന്ത് രസമാണ് കിടക്കണ കാണാൻ. ആക്ച്വലി നല്ല രസമുണ്ട്. ആ വെയിലും ഈ വൈറ്റ് കളറും ഒക്കെ കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ, നല്ല കണ്ണിന് നല്ലൊരു കാഴ്ച. അവിടെ കുറച്ച് നേരം ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഇതാക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. ഓവറോൾ കാണുന്ന സമയത്ത്
സൂറത്തിൽ കുറച്ച് പർച്ചേസ് ചെയ്തിട്ട് അപ്പോൾ അതിലത്തെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. 2 ദിവസം കൊണ്ട് പെട്ടെന്ന് തീർക്കേണ്ട കാരണം വേഗം എടുത്തിട്ട് വരികയാണ് കേട്ടോ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വ്ളോഗ് ഞാൻ അവിടെ നിർത്തിയെന്നുള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് കാരണം പിന്നെ പർച്ചേസിലായ കാരണം എടുക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾക്ക് ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 മണിക്കായിരുന്നു ഫ്ലൈറ്റ് കേട്ടോ. 6:30 ഫ്ലൈറ്റ്. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ മെസ്സേജ് വന്നല്ലേ, എന്നും ട്രാജഡിയാണ്, അതൊന്നും പറയണ്ടോ ജാസ്ക. എന്നും ട്രാജഡി ആയതുകൊണ്ട് അങ്ങനെ പോകുന്നതിനൊരു ത്രില്ലുള്ളൂ. അത് ഇങ്ങനെ ജസ്റ്റ് പൂച്ച വീഴുമ്പോൾ 4 കാലിൽ വീഴുന്ന പോലെ അങ്ങനെ നടക്കണ കാരണം കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ 4 മണിക്കാണ് അങ്ങനെ അത് ഞങ്ങൾ ആ മെസ്സേജ് ഒന്നും നിങ്ങളെ ഫ്ലൈറ്റ് ഡിലേ ആണ്, 11:30-ക്കാണ് ഇനി ഫ്ലൈറ്റ്. അപ്പം ഞങ്ങൾ സ്ലോലി ഇന്നത്തെ പർച്ചേസ് ഭയങ്കര സമാധാനത്തിൽ രാവിലെ ഞങ്ങളൊന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം 11 മണിക്ക് നിയർ ബൈ ഹോട്ട്സ്പോട്ടാണ് എന്തോ ഒരു കളിക്കുന്നത്. 11:30-ക്കാണ് അവിടെ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആവുക, ഹോട്ടലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള അങ്ങനെ അതൊരു സ്ട്രീറ്റുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് എനിക്ക് അത്ര ഇഷ്ടമല്ല, കുറച്ച് വൃത്തി കുറവാണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾ 11:30-ക്ക് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ഒന്നും കഴിക്കാണ്ട് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സ്ഥലത്ത് പോയപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ സ്ലോലി, കാരണം 11:30 ആയല്ലോ, രാത്രി 11:30-ക്കല്ലേ, സമാധാനത്തിൽ പർച്ചേസൊക്കെ ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഞങ്ങളൊരു 5 മണിയൊക്കെ ആയപ്പോൾ ഫ്രീ ആയി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്താ വൈകുന്നേരത്തെ ആ ഫുഡ് കഴിച്ചിട്ട് ഇനി എന്ത് ചെയ്യാൻ വരാമെന്ന് കരുതി. സോറി, ഞാൻ പറയുമ്പോൾ അതിൻ്റെ കൂടെ ഭക്ഷണത്തിൻ്റെ കാര്യം കൂടെ ആകുമ്പോൾ അതിലേക്ക് ശ്രദ്ധ പോണ കാരണമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രിക്കത്തെ ഫുഡൂടെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇനി എയർപോർട്ടിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾക്ക് തോന്നിയല്ല ഏതെങ്കിലും മോളിൽ പോകാം, കുറച്ച് സമയമുണ്ടല്ലോ, അത് സ്പെൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ തോന്നി വേണ്ട, നമുക്കിനിപ്പോൾ അങ്ങോട്ട് തന്നെ പോകാം, എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം അങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് വെറുതെ വന്നതാണ്. വന്ന് എൻട്രൻസിൻ്റെ അവിടെ എത്തി. അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അതേ ഒരു പാസഞ്ചറും കൂടെ ഉണ്ട്, ഇൻഡിഗോയ്ക്കുള്ള ലാസ്റ്റ് പാസഞ്ചർ, ഇത് എടുക്കാനായി ടൈമില്ല, അതെന്താ ഇത്ര നേരം വൈകി വെച്ച് ഞങ്ങളോട്. ഞങ്ങൾ എന്തത് മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ 11:30-ക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡിലേ ആയി എന്നൊക്കെ പറഞ്ഞിട്ട്, ഇല്ലല്ലേ 15 മിനിറ്റ് ഡിലേ ആയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇല്ല മെസ്സേജ് വന്ന്. അങ്ങനെ നോക്കിയപ്പോൾ ലാസ്റ്റൊക്കെ മിസ്റ്റേക്ക് വന്നതാണ്. ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ കണക്ഷൻ ഫ്ലൈറ്റാണ്, ബാംഗ്ലൂർ ടു കൊച്ചി അങ്ങനെയാണ്. ബാംഗ്ലൂർ ടു കൊച്ചി എന്നുള്ള ഫ്ലൈറ്റാണ് 10 എന്നുള്ള 11:30 ആയിട്ടുള്ളത്. എന്തായാലും പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒക്കെ നല്ല സമാധാനത്തിൽ പർച്ചേസിങ്ങും എല്ലാം കഴിഞ്ഞ് മറ്റന്നാകുമ്പോൾ നമുക്ക് 6 മണിക്ക് അല്ലെങ്കിൽ 6:30-ക്കാണ് ഫ്ലൈറ്റ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു 4 മണിയാകുമ്പോഴത്തേനൊക്കെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് വരും വേണമല്ലോ, നമുക്കൊരു സമാധാനക്കേടല്ലേ. ഇത് നല്ല സമാധാനത്തിലൊക്കെ എടുത്ത് കഴിഞ്ഞ് വന്ന പകുതികാരം സമാധാനം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എയർപോർട്ടിലെത്തി. ഇവിടെ 10:30 ആയിട്ടപ്പോൾ ഇന്ന് രാവിലെ വെറും ആ ഒരു സാൻഡ്വിച്ച് മാത്രമാണ് കഴിച്ചത്, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയം 11 മണിയാവാനായി, 10:30 ആയി. അപ്പോൾ ഇവിടുന്ന് KFC കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വൈൻഡപ്പ് പറഞ്ഞിട്ടില്ലല്ലോ, എന്നും ട്രാജഡിയാണ് പറയാനുള്ളത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി എന്തായാലും ഇൻഷാല്ലാ നല്ല അടിപൊളി കളക്ഷൻസ്, സൂപ്പർ കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. നമ്മളത് എന്തായാലും മുടങ്ങാണ്ട് എല്ലാവരും കാണാം. പിന്നെ പുതിയൊരു അപ്ഡേറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാരീസ് കൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നല്ല മൊഡാൾ സിൽക്ക് സാരീസ്, അജ്രക്കിൻ്റെ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള വെറൈറ്റി കളക്ഷൻസൊക്കെ ഇനി വരും ഇൻഷാല്ലാ. സൂപ്പർ ഡിസൈൻസുകൾ, പിന്നെ നമ്മൾ ഓൺ പ്രൊഡക്ഷനിൽ ഒരുപാട് പീസുകൾ മൊഡാളിന് ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഹോൾ വീഡിയോ ഞാൻ എല്ലാ പ്രാവശ്യം കാണിക്കണമെന്ന് വിചാരിക്കാറുണ്ട്, ഇപ്രാവശ്യം കാണിക്കാനുള്ള പ്ലാൻ ഉണ്ട്. ഹോൾ വീഡിയോ കാണിക്കണോ എന്താണെന്നുള്ളത് അഭിപ്രായം കൂടെ നിങ്ങൾ പറയണം. അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഡിസൈനായിട്ട് നമുക്ക് കാണാം. അതിലേക്ക് ബൈ.